ഹായ് കൂട്ടുകാരെ, ഇതെല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നത് വേറെ ഒന്നല്ല, ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലത്തെ കറി തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, ചിക്കൻ വറുത്തെടുക്കണമെന്നില്ല. പക്ഷേ ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ഗ്രിൽ ചെയ്തിട്ട് നമ്മുടെ മസാലയിലേക്ക് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കൂട്ടുകാരെ, ഞാനിത് ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ്റെ ലെഗ് പീസിലാണ് മേടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു 4-5 പൈസ മേടിച്ചു. അത് ഇതുപോലെ പീസാക്കിയിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ മസാലകൾ പറ്റിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് ഓവനിലേക്ക് കയറ്റാണ്. ഓവനിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഓയിലൊന്നും ഞാൻ പ്രത്യേകിച്ച് ആഡ് ചെയ്തിരുന്നില്ല. സാധാരണ നമ്മുടെ ഇന്ത്യൻ മസാലകൾ മാത്രം വെച്ചിട്ടൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 200-ലാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒന്ന് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ട്രൈസ് അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഈ സമയം കൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ഗ്രേവി ആണല്ലോ. ഇതിപ്പോൾ ഞാനൊരു 2 ദിവസത്തേക്കുള്ളൊരു കറിയാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൈഫാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിക്കാണ്. ഇപ്പോൾ നാളെ വന്ന് വൈഫിന് ഉറങ്ങണം, ക്ഷീണമൊക്കെ എല്ലായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും കറി വെക്കാൻ എനിക്കും നാളെ ഡ്യൂട്ടി ഉണ്ട്, മറ്റന്നാൾ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ 2 ദിവസം കറി ഇരിക്കില്ല. അത് വിചാരിച്ചിട്ട് ഇത്ര അധികം എടുത്തത്. ഏകദേശം ഒരു 10-11 ലെഗ് പീസും ഉണ്ട്, പിന്നെ ഒരു 5-6 തൈസും കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് കുറച്ച് ഉള്ളി സവാള അരിഞ്ഞ് ഗ്രേവിക്കുള്ള സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കൂട്ടുകാരെ. ഓക്കെ, 5 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ ചിക്കനൊക്കെ ഒന്ന് വെക്കാം കേട്ടോ. ഒന്ന് ഗ്രിൽ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓവനിൽ വരുന്ന ട്രൈ വെച്ചിട്ടുണ്ട്. അതിൽ കിച്ചൺ ഫോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ച് അതിൻ്റെ മുകളിൽ ചിക്കൻ അറേഞ്ച് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഗ്രേവി ഉണ്ടാക്കണ്ട. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച്, ഓയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ സവാള വയ്ക്കാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമേ എടുത്തുള്ളൂ. സവാള ആഡ് ചെയ്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് സവാള നിലക്കെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. സവാള എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് വാടി വരാനായിട്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു വലിയ 3 സവാളയായിട്ട് എടുത്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സവാള വാടി വരുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഇവിടെ വീട്ടിലെ മക്കൾക്കാണെങ്കിലും ഇച്ചിരി ഗ്രേവി വേണം. നാളെ രാവിലെ ഇപ്പോൾ ദോശയൊക്കെ ആണെങ്കിലും അതുപോലെ നാളെ ബോഡി ഉണ്ടാക്കുന്ന വെച്ചിട്ടാണ്. അപ്പോൾ പൊരിക്കാണെങ്കിലും ഈ ഗ്രേവി ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി സവാള കൂടുതലെടുത്തത്. കൂടുതലൊന്നുമല്ല. സവാള കഴിച്ചില്ല, ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി തച്ചിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് മതിക്കുന്ന വറങ്ങിയിട്ട് പച്ചക്കും വറങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ ഗ്രിൽ ചെയ്ത് നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസും ചിക്കൻ്റെ മറ്റു പീസുകളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തീരെ ഓരോന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നല്ല സംഭവം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ലെഗ് പീസ് ആണെങ്കിൽ അതൊക്കെ വെന്തു. സവാളയും നമ്മുടെ പച്ചമുളകൊക്കെ വാരി വന്നിട്ട് പച്ചവെട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മസാലക്കൂട്ട് ഇടാൻ കേട്ടോ. സാധാരണ പോലെ ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അല്പം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി ആൻഡ് ഗരം മസാല. ഓക്കെ, അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ വേവിച്ച് നമ്മുടെ ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല മസാല നല്ല മണം. അതെ, ഇവിടുന്ന് കൊതി മൂത്തിട്ട് മറ്റേ ചിക്കൻ്റെ പീസ് ബന്ധം നോക്കാണ്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. കാരണം മണടിച്ചപ്പോൾ തൊട്ട് ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ പൂച്ചകൾ കിടന്ന് നടക്കുന്ന പോലെ നടക്കായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാം. നമുക്ക് വെയിറ്റ് തരണം. ഇത് നാട്ടിൽ വന്നത് ഫ്രീസർ വെച്ചിരിക്കുന്നു, ഫ്രോസനൊക്കെ വെച്ചിരിക്കുന്നു. വരില്ല കഴിഞ്ഞാൽ മെയിൽ വന്നപ്പോൾ നാട്ടിൽ വന്നത് വരുന്നില്ല. നമ്മുടെ ചേട്ടന്മാരോടാണ് ഈ പറയുന്നത്. ചേട്ടന്മാരൊക്കെ അടുക്കളയിൽ കയറിയിട്ട് ഇതുപോലെ കറികളൊക്കെ വെച്ച് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുത്താൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. നമ്മുടെ സമയം ഉണ്ടാവുന്നേ, സമയം നമ്മൾ കണ്ടെത്തണം. എനിക്ക് ഈ പറഞ്ഞ പോലെ സമയമൊക്കെ നമ്മൾ കണ്ടെത്താണ്. മനസ്സിലൊരു സന്തോഷമാണ് നമ്മൾ സ്വയം കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ടാകുമ്പോൾ. ഇതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നാളെ അവൾ ടേസ്റ്റ് നോക്കിയിട്ട് വൈഫ് അത് എന്തായാലും ഡീസൻ്റ് ആക്കി പോകും. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കറി സൂപ്പറാണ്. ഹായ് കൂട്ടുകാർ, അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചൂടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭംഗിവാക്കും അറിയില്ല, എന്തായാലും ഞാൻ വെച്ച കറി എനിക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും നിങ്ങളിതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകൾ കിച്ചണിലൊക്കെ കയറിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെലിഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കണം. മസ്റ്റായിട്ടും നമ്മളെപ്പോഴും ഇതിൻ്റെ പുറകിൽ ഈ അടുക്കളയിൽ പണിയുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും
ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും ഒരു ഫുഡ് വ്ളോഗല്ല, എങ്കിൽ കൂടെ ഞാനത് ചെയ്തു. എനിക്കിന്ന് വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണെന്ന്. അതുപോലെ നിങ്ങളെല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. നിങ്ങളും ഇതുപോലെ ഫ്രീ ടൈമിലൊക്കെ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുക. ഇല്ല, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടെന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു മൈ ഗൈസ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പം എരിവ് കൂടിയതുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് കച്ചപ്പം ചേർക്കാം കേട്ടോ. കുറച്ച് കച്ചപ്പം ചേർത്തുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇത്തിരി നല്ല ഒരു സെറ്റായിരിക്കും. അല്പം കച്ചപ്പ് മാത്രമേ ചേർത്തുള്ളൂ.